ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് ആൻഡ് പാത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉരുളക്കിഴങ്ങ് കൊണ്ട് എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത്, പിന്നെ ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത്, അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 3 കഷ്ണം വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, പിന്നെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്രയാണ് ഇതിന് വേണ്ടുന്നത്. ഇത് കുക്കറിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അല്ലാതെ ഉണ്ടാക്കുന്നവർക്ക് അല്ലാതെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇവിടെ കുക്കറിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക. കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിടുക. അടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇടുക. സവാള ഇടുന്നവർക്ക് സവാള ഇടാം. ഈ സവാളയുടെ സ്ഥാനത്ത് ചെറിയ ഉള്ളിയും ഇടാം. ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഈ കറിക്ക് കൊടുക്കുന്നത്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്കിടാം. അത് കഴിഞ്ഞിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റാക്കി അതിലേക്ക് ഒഴിക്കുക. ഞാൻ ഇവിടെ പേസ്റ്റാക്കിയാണ് ഒഴിക്കുന്നത്. അത് പാത്തും അമ്മും ഉള്ളതുകൊണ്ട്. കുഞ്ഞു പിള്ളേരൊന്നും ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം. കട്ട് ചെയ്തിടുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ചെറിയ കഷ്ണമായിട്ട് കൊത്തി അരിഞ്ഞ് അതിലേക്ക് ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതലും. ഇതിപ്പോൾ പാത്തും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരച്ചിടുന്നത്. അങ്ങനെ അത് അതിലേക്ക് ഒഴിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, രണ്ട് കഷ്ണം പച്ചമുളക് കീറിയിട്ടാൽ മതി, അരയ്ക്കേണ്ട കാര്യമില്ല. രണ്ടായിട്ട് കട്ട് ചെയ്തിടുക. ഈ കറി എന്ന് പറയുന്നത് ദോശയുടെ കൂടെ കഴിക്കാം, പൂരിയുടെ കൂടെ കഴിക്കാം. പൂരിയുടെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അതിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാം, കുഞ്ഞു പിള്ളേർക്ക് ചോറിൻ്റെ കൂടെ വിരകി കൊടുക്കാം. പിന്നെ ഇതിൽ അടുത്ത ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച്, ഞാൻ ഇവിടെ ഇട്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ ബൗളിന് 2 ബൗളാണ് ഒഴിച്ചത്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഈ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ ഞാൻ വലിയ 2 ഉരുളക്കിഴങ്ങാണ് അരിഞ്ഞത്. അതിനാവശ്യമായിട്ടാണ് ഈ ബൗളിന് 2 ബൗൾ ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. ഇത് കുക്ക് ചെയ്യാനായിട്ട് 3 വിസിലാണ് വേണ്ടത്. 3 വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നല്ലോണം വേകാണ്ടാത്തവർക്ക് 2 വിസിലടിച്ചാലും മതി. ഇതിപ്പോൾ നല്ലോണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ലോണം വേകണം. അങ്ങനെ നല്ലോണം വേകുന്നതിന് വേണ്ടി 3 വിസിലടിക്കുക. എന്നിട്ട് എയറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോഴേക്ക് നല്ല വെന്തിരിക്കും. ഈ 3 വിസിലൊക്കെ അടിച്ചാൽ നല്ലോണം നല്ല രീതിക്ക് വേകും. അതിന് ഒന്ന് വേകാതെയല്ല, കുറച്ച് ഇതായിട്ട് കിടക്കുന്ന കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന ഉരുളക്കിഴങ്ങിനെയെല്ലാം ഒരു തവി ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നല്ലോണം അതിനെ മിക്സ് ചെയ്യുക, ഇളക്കിയെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് നല്ലോണം ഇത്തിരി കട്ടിക്ക് എടുക്കുക, ഇളക്കി. അതിന് ശേഷം ഇതിലേക്ക് കടുക് താളിച്ചാണ് ഒഴിക്കാനുള്ളത്. താളിച്ചൊഴിക്കണം. അതിന് വേണ്ടത് ആവശ്യമായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിന് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും, പിന്നെ ഉണക്കമുളക് വേണമെന്നുള്ളവർക്ക് ഉണക്കമുളക് ഉപയോഗിക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണക്കമുളകില്ല, വറ്റൽമുളക് അത് ഉള്ളവർക്ക് അതും ഇതിലേക്ക് താളിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂണോ 2 സ്പൂണോ വെളിച്ചെണ്ണ, ഈ കടുക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ എടുത്താൽ മതി. അതെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. ചീനച്ചട്ടി ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള, ഞാനിവിടെ 1/2 സ്പൂൺ കടുക്
അതിലേക്ക് പൊട്ടിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും അതിലേക്ക് ഉണക്കമുളകുള്ളവർക്ക് വറ്റൽ മുളകുള്ളവർക്ക് അതിടാം. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. അതുകൊണ്ട് അടുത്ത് കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി പാകമായി വരുമ്പോഴേക്കും ഈ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഒഴിക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറിക്കിട്ടും. അങ്ങനെ അതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോഴേക്ക് ഈ എളുപ്പമുള്ള ഉരുളക്കിഴങ്ങ് റെഡിയായി. ഇത് നമുക്ക് ഞാനിന്ന് ഇവിടെ പുട്ടാണ് രാത്രിയിലത്തേക്ക് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ഉപയോഗിക്കാനാണ് ഇതുണ്ടാക്കിയത്. പൂരിക്കാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത്. അങ്ങനെ ആ കറി റെഡിയായി. ഞാൻ പിന്നെ ഇന്ന് ചെമ്പാവ് പുട്ടാണ് ഉണ്ടാക്കിയത്. ആ ചെമ്പാവ് പുട്ടിനുള്ള മാവ്, തേങ്ങ ഇതെല്ലാം കൂടെ വിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കറി റെഡിയാക്കി, അത് കഴിഞ്ഞിട്ട് ആണ് പുട്ട് റെഡിയാക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ചെമ്പാവ് പുട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ പപ്പടവും ചെമ്പാവ് പുട്ടും ആ ഉരുളക്കിഴങ്ങ് കറിയെല്ലാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അതുപോലെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കറിയുമാണ്. ഏതിൻ്റെ കൂടെ ഉപയോഗിക്കാം. ദോശ, പുട്ട്, പൂരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.